രാഹുലിന്റെ നയത്തെ എതിർത്തുകൊണ്ട് മാത്രം തരൂരിന് വേണ്ടി കൈയടിക്കാൻ തുടങ്ങണ്ട. ശശി തരൂരിന്റെ നിലപാട് രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയായി വിലയിരുത്തുന്നവർ ഉണ്ടാകാം. അത് തെറ്റായ വിലയിരുത്തലാണ് എന്നൊന്നും ഞാൻ പറയുന്നുമില്ല. അതേസമയം തരൂരിന്റെ നിലപാട് രാഷ്ട്രീയ പാകതയും രാഷ്ട്രീയ കൗശലവും ഇമേജ് ബിൽഡിംഗ് മെക്കാനിസവും സൗമ്യസിപ്പിച്ച് സുചിന്തമായ നീക്കമാണെന്ന് എന്റെ വിലയിരുത്തലിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കിച്ചൺ ക്യാബിനറ്റിനും ഇല്ലാതെ പോയത് ഈ രാഷ്ട്രീയ പാകതയും രാഷ്ട്രീയ കൗശലവും പ്രതിച്ഛായ നിർമ്മാണത്തിനുള്ള അവസരം ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്താനുള്ളതും തന്നെയാണ്. ഈ പൊട്ടത്തൊരു അമളിയും കോൺഗ്രസിന്റെ ഘടകകക്ഷികൾക്കോ CPM-ന് പോലുമോ പറ്റിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. വളരെ തന്മയത്വത്തോടെ അവസരത്തിന് തുയർന്നു പെരുമാറാൻ അവർ ജാഗ്രത കാണിച്ചു എന്നത് രാഷ്ട്രത്തിന്റെ പൊതുവികാരങ്ങളെ അളന്നെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. രാഷ്ട്രത്തിന്റെ പൊതുവികാരങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം കോൺഗ്രസിന്റെ ലക്ഷ്യവും മാർഗവും രാഷ്ട്രീയ തന്ത്രരചനയും തന്നിലേക്ക് ചുരുങ്ങിയ നേതാവിന്റെയും ഭജന സംഘത്തിന്റെയും അനവസരത്തിനുള്ള നിരാശാ പ്രകടനം എന്ന നിലയിലാണ് കോൺഗ്രസ് നിലപാട് പരിഹാസ്യമായത്. വിയോജിപ്പുണ്ടെങ്കിൽ പോലും അതിനെ മാന്യമായി കൈകാര്യം ചെയ്യാൻ പാകത വന്നിട്ടില്ലാത്ത അമൂൽ ബേബി പരിവേഷം ഒന്നുകൂടി ഉറപ്പിക്കാൻ അല്പം കടുപ്പിച്ചു പറഞ്ഞാൽ തങ്ങളുടെ പാക് അനുകൂലി പരിവേഷം തെളിയിച്ചതോടെ പ്രകടമാക്കാൻ പോകുന്ന നടപടിയായി ഇക്കാര്യങ്ങൾ വിലയിരുത്തപ്പെട്ടു. ഈ ശൈലിയെ മലയാളികൾ പറയുന്നത് മോൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ താലി പറഞ്ഞ് കണ്ടാൽ മതി എന്നിങ്ങനെയാണ്. രാഷ്ട്രത്തെ തോൽപ്പിച്ചിട്ടായാലും മോദിയെ താഴെ ഇറക്കിയാൽ മതി എന്ന് ചുരുക്കം. കോൺഗ്രസിന്റെ സ്വീകാര്യതയിൽ അസ്ഥിവാരത്തിന്റെ ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ നിലപാടിലൂടെ ആ സ്വീകാര്യത കൂടി കെടുത്തിക്കളയുമെന്ന തിരിച്ചറിവ് തരൂരിനുണ്ടായി എന്നത് മാത്രമാണ് ഇവിടുത്തെ സവിശേഷത. തരൂരിന്റെ മണ്ഡലത്തിലെ പ്രത്യേകതയും ഇതിന് കാരണമായിരിക്കാമെങ്കിലും ഉത്തരേന്ത്യൻ ഹൃദയഭൂമി അടക്കമുള്ള വിശാലമായ സാഹചര്യം പരിഗണിക്കാൻ തരൂരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. സത്യത്തിൽ ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്ന CPM-ന് ഇത്തരം കുശുംബൻ നിലപാട് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. അവർ പോലും യുദ്ധ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രസ്നേഹ അന്തരീക്ഷം വിലയിരുത്തി നിലപാടെടുത്തു. ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാകില്ല എന്ന് തരൂർ മുമ്പ് സൂചിപ്പിച്ചത് പരിഗണിച്ച് തരൂരിന്റെ ഈ വേറിട്ട നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ തരൂർ കോൺഗ്രസ് വിടുമെന്നും UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മോദിജിയുടെ സ്വാധീനം അദ്ദേഹത്തെ എത്തിക്കുമെന്നും അതുമല്ലെങ്കിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തുടങ്ങി ചുരുങ്ങിയത് ഒരു ഗവർണറെങ്കിലും ആകുമെന്നുള്ള നീക്കമാണ് ഇതെന്നുമൊക്കെ വിലയിരുത്തിയും ആഗ്രഹം പ്രകടിപ്പിച്ചും ചിലർ പ്രചാരണം നടത്തുന്നുമുണ്ട്. ഉപരിപ്ലവമായ പരിശോധനയിൽ ഇത്തരം പ്രചാരങ്ങളുടെ സാധ്യത ഞാൻ തള്ളിക്കളയുകയാണ്. രാഹുലിന്റെയും ഉപജാപക സംഘടനകളുടെയും നിലപാടുകൾ അങ്ങേയറ്റം തെറ്റാണെന്ന് ചിന്തിക്കുന്നവരുടെ സംഖ്യ കോൺഗ്രസിൽ തന്നെ ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. കുടുംബാധിപത്യ പ്രവണതകൾ അവസാനിപ്പിച്ചാലേ കോൺഗ്രസിന് മേൽഗതി ഉണ്ടാകുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവർ ഇന്ന് കോൺഗ്രസിൽ പകുതിയോളം വരുമെന്ന് തോന്നുന്നു. ഇവയ്ക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന വേറിട്ട ആശയങ്ങൾ നിൽക്കാവുന്ന ഒരു വേറിട്ട നിലപാട് തറ രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ് തരൂർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തരൂർ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിൽ പിടിമുറുക്കുക, കോൺഗ്രസ് അധ്യക്ഷനാവുക എന്നതാണെന്ന് തോന്നുന്നു. ഇക്കാര്യത്തിൽ ഉത്സാഹിക്കുന്നത് വിജയിക്കില്ല എന്നും പരിശ്രമം തീർത്തും നഷ്ടക്കച്ചവടമാകുമെന്നും ബോധ്യപ്പെട്ടാൽ മാത്രമേ തരൂരിന്റെ മുമ്പിൽ BJP-യുടെ ഭാഗമാകാവുന്ന തീരുമാനം ഉണ്ടാവുള്ളൂ എന്നും തോന്നുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അധികാരം ഒരു വല്ലാത്ത സാധനമാണല്ലോ. പ്രതിബദ്ധതയും പ്രത്യാശാസ്ത്രക്കൂറും ഇതുവരെ എടുത്ത നിലപാടുകളുള്ള ഉത്തരവാദിത്വവും ഒക്കെ വളരെ ചുരുക്കം പേരെ മാത്രമേ അലട്ടാറുള്ളൂ. ഇത്തരക്കാരെ മുൻപിൽ നോക്കാതെ നിലപാടുകൾ നല്ല ധാരണ കൂടി ആവശ്യമായ നിർണായക രാഷ്ട്രീയ അവസരങ്ങളിൽ പാർട്ടി ചുമതലകളിൽ പോലും പ്രതിഷ്ഠിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് മടിയൊന്നുമില്ല. മോദിജിയുടെ മൂന്നാമത്തെ സർക്കാർ വരില്ലെന്നും പകരം വരുന്ന UPA സർക്കാരിൽ പ്രധാന വകുപ്പിൽ സ്ഥാനമുണ്ടാകുമെന്നും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു മുഖമാകുമെന്നും പ്രതീക്ഷിച്ച ചിലരെ കോൺഗ്രസിലേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കിയ ഒരേ ഒരു ഘടകം UPAക്ക് അധികാരം കിട്ടാത്തതായിരുന്നു എന്നൊരു ദേശീയ രാഷ്ട്രീയ വിദഗ്ധൻ ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഗുരുതരമല്ലെന്ന് തോന്നാവുന്ന ഒരു വിലയിരുത്തലാണ് മുകളിൽ കുറിച്ചതെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഗുരുതരമെന്ന് ബാധ്യമാകുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. മോദിജിയെ ശിവലിംഗത്തിലെ തേളായി ഉപമിച്ചുകൊണ്ടുള്ള തരൂരിന്റെ പഴയ ഒരു പ്രസംഗം മുമ്പുണ്ടായിട്ടുണ്ട്. ഈ പ്രസംഗം ഒന്നുകൂടി കൃത്യമായി വിലയിരുത്തിയാൽ തരൂരിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കത്തിൽ ക്ലാരിറ്റി ഉണ്ടാകും. മോദിജിയെ ശിവലിംഗത്തിലെ തേളെന്ന് ആക്ഷേപിക്കുന്ന തരൂരിന്റെ വാക്കിൽ രാഹുലിനെയോ തരൂരിനോ പുനർവിചാരം ഉണ്ടായി എന്ന് തോന്നുന്നില്ല. ശിവലിംഗം തകർത്ത് തേളിനെ കൊല്ലാനോ ശിവലിംഗ പൂജയ്ക്കായി അഭിനയിച്ച് പ്രത്യാഘാതങ്ങൾ ചുരുക്കി തേളിനെ ശിവലിംഗത്തിൽ നിന്ന് തട്ടിമാറ്റാനോ കൊല്ലാനോ എന്നതിലാണ് ഈ കാബഡിക്കാരുടെ തർക്കം. ശിവലിംഗം തകർത്തുകൊണ്ടായാലും ഇപ്പോ അടിക്കണമെന്ന് രാഹുലിന്റെ നയത്തെ എതിർത്തുകൊണ്ട് മാത്രം മോദിജി ശിവലിംഗത്തിലെ തേളെന്ന് തിരിച്ചറിവ് ഉണ്ടാകാത്തിടത്തോളം, അത് പരസ്യമായി പറയാൻ കഴിയാത്തിടത്തോളം തരൂരിന് വേണ്ടി കൈയടിക്കാൻ തുടങ്ങണ്ട. ഇങ്ങനെയാണ് ഡോക്ടർ ഭാർഗവ റാം ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.